CPM വിട്ട് BJPയിൽ ചേർന്ന മുൻ MLA S രാജേന്ദ്രനെതിരെ വീണ്ടും ഭീഷണി പ്രസംഗവുമായി എത്തിയിരിക്കുകയാണ് MM മണി MLA. എല്ലാം നൽകിയ പാർട്ടിയെ വഞ്ചിച്ച രാജേന്ദ്രനെ കൈകാര്യം ചെയ്യണമെന്ന മൂന്നാറിൽ നടന്ന CPM പൊതുപരിപാടിയിൽ വെച്ചാണ് മണിയാശാൻ പ്രതികരണവുമായി വന്നത്. തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം കണ്ടാൽ മുഖത്ത് നോക്കി പറയുന്ന ഒരു മൂത്ത കാരണവർ തന്നെയാണ് CPMൽ MM മണി. അദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങനെ തന്നെയാണ് പാർട്ടി മുഖവിലക്കെടുക്കുന്നത്. ഇതിനു മുൻപും രാജേന്ദ്രനെതിരെ പ്രതികരണവുമായി മണിയാശാൻ വന്നിട്ടുണ്ട്. പലപ്പോഴും ചില പ്രസ്താവനകൾ പുലിവാലി പിടിക്കാറുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്ഷേമ പെൻഷൻ വാങ്ങിയതിനു ശേഷം വോട്ട് മറിച്ചു എന്ന പരാമർശം പോലും വിവാദമായിരുന്നു. MM മണിയുടെ ഭീഷണി പ്രസംഗം വന്നതിന് പിന്നാലെ പ്രതികരണവുമായി രാജേന്ദ്രനും എത്തി. പ്രസംഗത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും മരണഭയമില്ലെന്നുമായിരുന്നു S രാജേന്ദ്രന്റെ പ്രതികരണം. 15 വർഷം പാർട്ടി MLA ആയിരുന്നയാൾ സംഘടനയിൽ നിന്ന് പുറത്തു പോയപ്പോഴുണ്ടാവുന്ന മുഴുവൻ അമർഷവും വാക്കുകളിൽ നിറച്ചാണ് MM മണി പ്രസംഗിച്ചത്. പാർട്ടി ആനുകൂല്യങ്ങളും പദവികളും മേടിച്ച് വഞ്ചിച്ചയാളെ കൈകാര്യം ചെയ്യാനാണ് ആഹ്വാനം. രാജേന്ദ്രൻ പാർട്ടി വിട്ടപ്പോൾ ആദ്യം പ്രതികരണവുമായി വന്നതും MM മണി തന്നെയാണ്. S രാജേന്ദ്രൻ BJPയിലേക്ക് പോയതിൽ CPMന് ഒരു ചുക്കും സംഭവിക്കില്ലെന്നും പുകഞ്ഞുകൊള്ളി പുറത്താണെന്നുമാണ് ആദ്യ പ്രതികരണത്തിൽ MM മണി പറഞ്ഞത്. രാജേന്ദ്രൻ കാണിച്ചത് പിറപ്പുകേടാണ്. CPM രാജേന്ദ്രനെ നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞതാണ്. വർഷങ്ങളായി രാജേന്ദ്രൻ പാർട്ടിയിലില്ല. ഒരു പാർട്ടി അനുഭാവിയെ പോലും കൊണ്ടുപോകാൻ രാജേന്ദ്രന് കഴിയില്ല. MM മണി പോയാൽ പോലും പാർട്ടിക്ക് ഒന്നും സംഭവിക്കില്ല. അത്രയും വലിയ ബഹുജന അടിത്തറ CPMനുണ്ടെന്നാണ് MM മണി പ്രതികരിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPMൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു S രാജേന്ദ്രൻ. കഴിഞ്ഞ കുറി ദേവികുളത്ത് മത്സരിച്ച അഡ്വക്കേറ്റ് S രാജയുടെ വോട്ട് വിഹിതം കുറയ്ക്കാൻ കാരണം രാജേന്ദ്രൻ ആയിരുന്നു എന്ന് CPM കണ്ടെത്തിയിരുന്നു. എന്നാൽ അന്വേഷണത്തിനെത്തിയ പാർട്ടി കമ്മീഷനോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV ശശിയുടെ നീക്കങ്ങളാണ് തനിക്കെതിരെ നടക്കുന്നതെന്നാണ് രാജേന്ദ്രൻ പറഞ്ഞത്. ശശി പ്രസിഡന്റായ സഹകരണ ബാങ്കിൽ സാമ്പത്തിക തിരിമറി ഉണ്ടെന്നും രാജേന്ദ്രൻ മൊഴി നൽകിയിരുന്നു. എന്നാൽ BJP അംഗത്വം സ്വീകരിച്ച് രാജേന്ദ്രൻ പോയത് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കിയെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. BJPയിൽ ചേർന്നതിന് പ്രത്യേക നിബന്ധനകൾ വച്ചിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും മത്സരിക്കാൻ ആഗ്രഹമില്ലെന്നുമാണ് BJP അംഗത്വം എടുത്തതിനു ശേഷം രാജേന്ദ്രൻ പ്രതികരിച്ചത്. ഹൈറേഞ്ചിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ഇടപെടുമെന്ന് BJP അധ്യക്ഷനിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. താൻ ആരെയും ഒപ്പം ക്ഷണിച്ചിട്ടില്ലെന്നും രാജേന്ദ്രൻ പറഞ്ഞു. ഞാനൊരു പ്രമുഖനൊന്നുമല്ല. ദീർഘകാലമായി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നു. വിശ്വാസം നഷ്ടപ്പെട്ടു. മാനസിക വിഷമം ഉണ്ടായി. ഇതുവരെ പ്രവർത്തിച്ച പ്രസ്ഥാനത്തെ ചതിച്ചിട്ടില്ല. ഉപദ്രവിക്കരുതെന്ന് പലതവണ പറഞ്ഞു. ഇത്രയും നാൾ പലതും സഹിച്ചു. പുതിയ രാഷ്ട്രീയ പ്രവേശനമാണ് ഇടുക്കിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നല്ലതെന്ന് മനസ്സിലാക്കിയതോടെയാണ് BJP അധ്യക്ഷനെ കാണാൻ തീരുമാനിച്ചു എന്നാണ് രാജേന്ദ്രൻ പറഞ്ഞത്. 2006 മുതൽ 2016 വരെ ദേവികുളം MLA ആയിരുന്ന S രാജേന്ദ്രന് പാർട്ടി മണ്ഡലത്തിൽ മികച്ച പരിഗണന തന്നെയാണ് കൊടുത്തിരുന്നതെന്നാണ് പാർട്ടിക്കാർ തന്നെ പറയുന്നത്. എന്തൊക്കെയായാലും കൊടുക്കൽ വാങ്ങലൊക്കെയായി മണിയാശാനും രാജേന്ദ്രനും മുന്നോട്ട് തന്നെയാണ്. എന്തായാലും രാജേന്ദ്രന്റെ പോക്ക് പാർട്ടിക്ക് ഗുണമാണോ ദോഷമാണോ എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അറിയാം.